أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنيكم الله من فضله والله واسع عليم. എങ്ങനെയാണ് അവിടെ ഓതേണ്ടത്? വങ്കിഹുന്നോ വ അങ്കിഹുന്നോ ഓതണ്ടേ? വങ്കിഹു എന്ന് ഓതാൻ പാടില്ല. വ അങ്കിഹു നൂനിന് എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് ഉച്ചരിക്കണം. അവിടെ ചിലർ തെറ്റി ഓതാറുണ്ട്. എങ്ങനെ? വങ്കിഹു എന്ന് ഓതും. അത് റോങ് ആണ്. അർത്ഥ വ്യത്യാസം ഉണ്ടാവും. പിന്നെ അപ്പം എങ്ങനെ ഓതണം? വ അ പിന്നെ നൂനിനെ ഇഖ്ഫാ ചെയ്യണം. അപ്പം എങ്ങനെ ഓതണം? വ അങ്കിഹു വ അങ്കിഹു. പിന്നെ അങ്കിഹു കഴിഞ്ഞിട്ട് 2 അലിഫ് കാണാം അല്ലേ? 2 അലിഫ് കാണുന്നുണ്ടോ നിങ്ങൾ? ഒന്ന് അലിഫിൻ്റെ പിന്നെ അങ്കിഹു നീട്ടാനുള്ള അലിഫ്, പിന്നെ ഒരു വസിലിൻ്റെ 2 ഉണ്ട്. എന്തുണ്ടാവില്ല? 2നും ഉച്ചാരണമല്ല. അപ്പം എങ്ങനെ ഓതണം? അപ്പോൾ വാവു ഇല്ലേ അവിടെ? ആ വാവിനും എന്തുണ്ടാവില്ല? കൂട്ടി ഓതുമ്പം വാവിന്. എന്തുകൊണ്ട് വാവിന് ഉച്ചാരണം വരുന്നില്ല? ഇൽത്തിക്കാ ഉസാക്കിനി എന്ന് പറയും. കുറേ സുക്കൂനുകൾ ഇവിടെ കണ്ടില്ല നിങ്ങൾ? അതിൻ്റെ മുമ്പ് ഒരു വാവ് അല്ലേ? ഇതിനൊക്കെ ഹർക്കത്തുണ്ടോ? ഇല്ല. ഹർക്കത്തില്ലാത്ത അവസ്ഥക്കാണ് എന്ത് പറയാ? സുക്കൂൻ എന്ന് പറയാം. സുക്കൂൻ എന്ന് പറയാം ഹർക്കത്തില്ലാത്ത അവസ്ഥക്ക്. അപ്പം ഈ ഇങ്ങനെ കുറേ സുക്കൂനുകൾ ഇത് ശരിക്കും വീണ ഈണ ഈണ അല്ലേ? ഇങ്ങനെ 3 ഇത് ഒരുമിച്ച് കൂടുന്നത് കൊണ്ട് എന്തില്ല? അതിന് 3നും ഉച്ചാരണം ഉണ്ടാവില്ല. 3 സുക്കൂനുകൾ അത് എല്ലാ അക്ഷരത്തുമ്പോഴും പറ്റൂല. അലിഫ് വാവ് യാ. അലിഫ് വാവ് യാ. ഇത് ഇല്ലത്തിൻ്റെ അക്ഷരമാണ്. ഇല്ലത്തിൻ്റെ അക്ഷരമായതുകൊണ്ട് എന്താ? ആദ്യം തന്നെ ഒരു രോഗികളാണ്. പിന്നെ ഓലെ പേരിൽ ഭാരം കയറ്റിയേക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് ഉണ്ടാവാത്തത്? ഉച്ചാരണം ഉണ്ടാകാത്തത്. ആദ്യം തന്നെ രോഗികളായ അക്ഷരങ്ങൾ അതിമ ഭാരം കയറ്റിയേക്കാൻ പറ്റും. എന്നാൽ മറ്റു അക്ഷരങ്ങൾ അങ്ങനെയല്ല. ബാ കാഫ് ഖാഫ് ആ കൊച്ചിരിക്കും. ഇതിമ്മൽ സുക്കൂൻ വരുമ്പോൾ എന്തുണ്ടാവില്ല? എല്ലായിടത്തും ഉച്ചാരണം ഉണ്ടാവില്ല. പിന്നെ ആ നിയമമാണത്. അതുകൊണ്ടാണ് വരാത്തത്. പിന്നെ മിൻ ആ നൂനിനെയോ ഇൽഹാർ ചെയ്യണം, വെളിവാക്കിയാൽ മതി. അവിടെ മിന്നൊന്നും മണിക്കാൻ പോണ്ട. പിന്നെ ഇബാദിക്കും അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. അബ 2 കതിർ നീട്ടുക. കും എന്നുള്ള മീമിനെ ഇൽഹാർ ചെയ്യാം. പിന്നെ വ ഇ ഉച്ചരിക്കണം. വമായിക്കുന്നൊന്നും ഓതരുത്. വ ഇമായിക്കും ഇമ നീട്ടണം. എന്തുകൊണ്ട് നീട്ടണം? എന്തുകൊണ്ടാണ് നീട്ടണ്ടേ? ഇതാണ് നിയമം. അലിഫ് വാവ് യാ അതിൻ്റെ ശേഷം ഹംസ വരിക. അല്ലെങ്കിൽ അതിൻ്റെ പേര് മദ് മുൻഫസിൽ എന്നായിരിക്കും. അപ്പോൾ എങ്ങനെ മുത്തസിലും മുൻഫസിലും വേർതിരിക്കുക? ഒരേ പദത്തിൽ വരിക. ഇമാ എന്നുള്ള ഒരു പദമാണ് അല്ലേ? ഇമാ ഒരു പദമാണ്. അതുകൊണ്ട് അതിൻ്റെ പേര് മുത്തസിൽ. അതിൻ്റെ ഹുക്മ എന്താന്ന് ചോദിച്ചാൽ എന്താ? വുജൂബാണ്. അപ്പം നീട്ടൽ നിർബന്ധമാണ്. അപ്പം എങ്ങനെ ഓതണം? വ ഇമാഇക്കും നീട്ടൽ നിർബന്ധമാണ്. മദ് മുത്തസിൽ എന്നാണ് അതിൻ്റെ പേര്. പിന്നെ ഈയക്കൂനു അവിടെ ആ നൂനിന് എന്ത് ചെയ്യണം? ഈ ഉച്ചരിക്കണം. നൂനിന് എന്ത് ചെയ്യണം? അടുത്ത യായിലേക്ക് ഇദ്ഗാം ചെയ്യണം. ഉന്നത്തോടുകൂടി പറയണം. പിന്നെ യക്കൂനു 2 കതിർ നീട്ടിയാൽ മതി, കുറേ നീട്ടണ്ട. പിന്നെ ഫുക്കറാന്നോ ഓതണ്ടേ? എന്താ നിങ്ങൾ ഫുക്കറാന്ന് ഓതാത്ത്? റാക്ക് 2 രൂപത്തിലുള്ള ഉച്ചാരണമുണ്ട്. ഏതാണ്? തഫീം
പിന്നെ തർക്കൈക്ക് അല്ലേ, മുഫഹമായ ഉച്ചാരണമുണ്ട്, മുറക്കക്കായ ഉച്ചാരണമുണ്ട്. മുറക്കക്ക് അറിയണ എന്താ? പിന്നെ സ്വരഭാരം കുറച്ചുകൊണ്ട് ഓതുക. നമ്മൾ നെയ്സ് പത്തിരി അറിഞ്ഞില്ലേ, ഭാരം കുറയ്ക്കുക, അങ്ങനെ ഓതുക. ഉദാഹരണമായിട്ട് രി അല്ലേ, ഖബീര്, റിഹ്ലതശ്ശിതായി, രി കണ്ടില്ലേ, അതിനാണ് മുറക്കക്കായ റാ എന്ന് പറയുന്നത്. എന്നാൽ ഫുഖറ അവിടെയോ, ഫുഖറ അവിടെ മുഫഹമാണ്. മുഫഹമിൻ്റെ കൂട്ടത്തിൽ തന്നെ 7 കാറ്റഗറി ഉണ്ട്. മുഫഹം തന്നെ 7 കാറ്റഗറി ഉണ്ട്. റ, പിന്നെ അതിൻ്റെ താഴെ, അത് ശരിക്കും എനിക്ക് ഉച്ചരിക്കാൻ കിട്ടൂല, അത് നിങ്ങൾ ശേഖന്മാരിൽ നിന്ന് കേൾക്കണം. ഏതെങ്കിലുമൊക്കെ യൂട്യൂബ് എടുത്തിട്ട് പിന്നെ പ്രഗത്ഭരായ ശേഖന്മാരിൽ നിന്ന് ഇങ്ങനെ കേൾക്കുക. ഓരോ റായിൻ്റെയും ആ മുഫഹമായ ഉച്ചാരണത്തിൽ ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. അതിൽ ഏറ്റവും ഉന്നതിയിലെ കാറ്റഗറിയിൽ നിൽക്കുന്നത് ബിസ്മില്ലാഹി, ഒന്ന് ഓതിയേക്കാന്, ബിസ്മില്ലാഹി റഹ്മാനി റ, ശരിക്ക് റ ഇങ്ങോട്ട് വ്യക്തമാവും. ഇതേപോലെ ഫുഖറാ, ഫുഖറാ നിയമതാണ്. റാഇന് ഫതഹ് വരിക, മുമ്പുള്ള അക്ഷരത്തിനും ഫതഹ് വന്നാൽ കാറ്റഗറി നമ്പർ 1 ആണ് പിട. അപ്പോൾ റ എന്ന് ഉച്ചരിക്കണം എന്നാ. അതിൻ്റെ മുമ്പ് പിന്നെ അത്ര ഇല്ല, മുമ്പുള്ള അക്ഷരത്തിനാണ് ഫതഹ് വന്നെങ്കിലോ അവിടെയും എന്തുണ്ടാവും, ആ കാറ്റഗറി 2. അങ്ങനെ ഓരോ കാറ്റഗറിയിൽ അത് പോകുന്നുണ്ട്. ഓരോ അതിൻ്റെ പിന്നിലുള്ള അക്ഷരം, ശേഷമുള്ള അക്ഷരം, അതേപോലെ മുന്നിലുള്ള അക്ഷരം, ഇഅ്ലാഇൻ്റെ അക്ഷരം, ഇസ്തിഅ്ലാഇൻ്റെ അക്ഷരം അല്ലേ, അങ്ങനെയൊക്കെ വരുന്നതിനനുസരിച്ച് അതിന് മാറ്റം വരുന്നുണ്ട്. ഇവിടെ 1ാം കാറ്റഗറി. അപ്പം എങ്ങനെ ഓതണം? ഫുഖറാ എന്ന് തന്നെ ഓതണം. പിന്നെ എത്ര നീട്ടണം? അത് 4 മുതൽ 6 കതിർ വരെ നീട്ടണം. അതിൻ്റെ പേര് നേരത്തെ നമ്മൾ പഠിച്ച മദ് മുത്തസിൽ. പിന്നെ യുഗ്നി, അവിടെ എങ്ങനെ ഓതണ്ടേ? വൈനിനെ വ്യക്തമാക്കണം അവിടെ, യുഗ്നി. പിന്നെ യുഗ്നി ഹുമുല്ലാഹു, ഹിമുല്ലാഹു എന്നാണ്, ഹുമുല്ലാഹു അല്ല, യുഗ്നി ഹിമുല്ലാഹു. പിന്നെ അള്ളാഹ് എന്നുള്ളതിനെ മുഫഹമായിട്ട് ഉച്ചരിക്കണം. പിന്നെ മിൻ ഫളിലി, അവിടെ മിൻ എന്ത് ചെയ്യണം? യഖ്ഫ ചെയ്ത് ഓതണം. അവിടെ എന്ത് ചെയ്യലാണ് ഉത്തമം? ഫളിലി, വഖഫ് ചെയ്യലാണ് ഉത്തമം. ഇനി ഒരാൾക്ക് വേണ്ട എങ്കിലും എന്ത് ചെയ്യാം? കൂട്ടി ഓതാം. വഖഫ് ചെയ്യലാണ്. അതുകൊണ്ട് അതിൻ്റെ മുകളിൽ എന്തുണ്ട്? ഖല എന്ന് കാണാം. അൽ വഖഫു ഔലാന്ന. പിന്നെ വല്ലാഹു വാസിഉൻ, ആ കണ്ടങ്ങൾ ആ അർക്കത്തിട്ട് എങ്ങനെ? വാസി എന്നിട്ട് അർക്കത്ത് എങ്ങനെ ഇട്ട്? ഒന്ന് ഇങ്ങനെയും ഒന്ന് ഇങ്ങനെയല്ലേ അല്ലേ? ഒരു കൊക്ക നേരെയും ഒരു മറ്റൊരു കൊക്ക ചട്ടിയാക്കിയും കമഴ്ത്തി വിട്ടണം. എന്തുകൊണ്ടാ? ഇൽഹാർ ചെയ്യാനാണ് എന്നുള്ളതിനാണ് ഇങ്ങനെ ഇടാം, ഇങ്ങനെ ഇടാം. എന്നാൽ ഇൽഹാർ അല്ലെങ്കിൽ എങ്ങനെ ഇടാം? 2 ഒപ്പര ഇടാം. ഇൽഹാർ ആവുമ്പോൾ മാത്രമേ ഇതുണ്ടാവുള്ളൂ. ഇൽഹാറിനെ കാണിക്കാനുള്ള ലൊമ്പ് തമ്പീനാണ് ഒരു കൊക്ക തായും മറ്റൊരു ചട്ടി വലങ്ങനും, അല്ലെങ്കിൽ ഒപ്പരം വരും. അപ്പം എങ്ങനെ ഓതണം? വാസിഉൻ, വാസിഉൻ അലീം. അലീം നമ്മൾ സ്റ്റോപ്പ് ചെയ്യണതുകൊണ്ട് എന്ത് ചെയ്യണം? 4 മുതൽ 6 കതിർ വരെ നീട്ടണം. ആയത്തെല്ലാവരോടും ഓദിക്കാൻ ഒരു പ്രാവശ്യം. എന്തെങ്കിലും തജ്വീദ് ഡൗട്ട് നിങ്ങൾക്ക് പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമായിട്ടോ തിരിയാത്തതോ എന്തെങ്കിലും ഉണ്ടോ? എവിടെ? അയാമയാണോ നീട്ടേണ്ടത്? അതല്ല അങ്കിഹു അയാമ പിന്നെ 2 കതിർ നീട്ടിയാൽ മതി, കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ വേറെന്തെങ്കിലും ഇല്ല. നമുക്ക് എവിടുന്ന് ഇനിയിപ്പോൾ എടുക്കാനുള്ളത്? കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇവിടെ ഒന്ന് വഴിയിൽ വെച്ച് നിർത്തിയാണ്. ഓക്കെ. വഖുല്ലിൽ മുഅ്മിനാത്തി എന്താ?
ആ നബിയെ സത്യവിശ്വാസികളായ സ്ത്രീകളോട് പറയുക, യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന, അവരവരുടെ കണ്ണുകൾ നിയന്ത്രിക്കട്ടെ, വയഹ്ഫദ്ന ഫുറൂജഹുന്ന, അവരവരുടെ ഗുഹ്യസ്ഥാനം കാത്തുസൂക്ഷിക്കുകയും ചെയ്യട്ടെ, വലാ യുബ്ദീന സീനത്തഹുന്ന ഇല്ലാ മാ ലഹറ മിൻഹ, അവരവരുടെ അലങ്കാരം, സൗന്ദര്യം, ശരീര സൗന്ദര്യം അത് ബാഹ്യമായതല്ലാതെ, പ്രകടമായതല്ലാതെ അവർ വെളിവാക്കുകയും ചെയ്യരുത്. വൽ യളിരിബ്ന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, അവരുടെ മുഖമക്കന, ശിരോവസ്ത്രം അവരുടെ മാറിടങ്ങൾക്ക് മേൽ താഴ്ത്തിയിടുകയും ചെയ്യട്ടെ. വലാ യുബ്ദീന സീനത്തഹുന്ന ഇല്ലാ ലിബുഊലത്തിഹിന്ന, അവരവരുടെ അലങ്കാരം അവരുടെ ഭർത്താക്കന്മാർക്കല്ലാതെ വെളിവാക്കി കൊടുക്കരുത്. ഔ ആബാഇഹിന്ന, അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ അവരുടെ പിതാക്കൾ, അവരുടെ സ്വന്തം പിതാക്കൾ. ഔ ആബാഇ ബുഉലത്തിഹിന്ന, അവരുടെ ഭർത്താക്കന്മാരുടെ പിതാക്കൾ. ഔ അബ്നാഇഹിന്ന, അല്ലെങ്കിൽ അവരുടെ സ്വന്തം മക്കൾ. ഔ അബ്നാഇ ബുഉലത്തിഹിന്ന, അവരുടെ ഭർത്താക്കന്മാരുടെ മക്കൾ. ഔ ഇഖ്വാനിഹിന്ന, അല്ലെങ്കിൽ അവരുടെ സഹോദരന്മാർ. ഔ ബനി ഇഖ്വാനിഹിന്ന, അവരുടെ സഹോദരന്മാരുടെ പുത്രന്മാർ. ഔ ബനി അഖ്വാത്തിഹിന്ന, അവരുടെ സഹോദരിമാരുടെ പുത്രന്മാർ. ഔ നിസാഇഹിന്ന, അവരുടെ മുസ്ലിങ്ങളായ സ്ത്രീകൾ. ഔ മാ മലക്കത്ത് ഐമാനുഹുന്ന, അല്ലെങ്കിൽ അവരുടെ വലം കൈകൾ ഉടമപ്പെടുത്തിയത്, അല്ലെങ്കിൽ അടിമകൾ നർത്തം. അവിത്താബിഈന, പരിചാരകർ. വൈരി ഉലിൽ ഇർബത്തി മിനർ റിജാൽ, പുരുഷന്മാരിൽ നിന്ന് പിന്നെ സ്ത്രീകളുടെ രഹസ്യം മനസ്സിലാക്കിയിട്ടില്ലാത്ത, സ്ത്രൈണ രഹസ്യം മനസ്സിലാക്കിയിട്ടില്ലാത്ത പരിചാരകരായ ആളുകൾ. അവിത്തിഫിലില്ലദീന ലം യദ്ഹറു അല ഔറാത്തിൻ നിസാ, സ്ത്രീകളുടെ ഹൗറത്ത് അഥവാ സ്ത്രീകളുടെ നഗ്നഭാഗം അല്ലെങ്കിൽ അതിൻ്റെ ആ രഹസ്യം മനസ്സിലാക്കിയിട്ടില്ലാത്ത കുട്ടികൾ. വലാ യദ്രിബ്ന ബി അർജുലിഹിന്ന, അവരുടെ കാലുകൾ കൊണ്ട് ഇട്ട് അടിക്കരുത്. ലിയഅലമ മാ യുഖ്ഫീന മിൻ സീനത്തിഹിന്ന, അവരുടെ അലങ്കാരത്തിൽ നിന്ന് അഥവാ ഭംഗിയിൽ നിന്ന് അവർ ഗോപ്യമാക്കി വെക്കേണ്ടതെന്തോ അത് പ്രകടമാക്കാൻ വേണ്ടി കാലിട്ടടിക്കുകയും ചെയ്യരുത്. വതൂബു ഇലല്ലാഹി ജമീഅ, നിങ്ങളെല്ലാവരും അള്ളാഹുവിനോട് പക്ഷാതപിച്ച് മടങ്ങുക. അയ്യുഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളെ, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് ഇഹപര വിജയം ലഭിക്കാൻ വേണ്ടി. അല്ലെ നമ്മളിവിടെ പിന്നെ വലാ യുബ്സീന വൽ യളിരിബ്ന ബിഖുമുരിഹിന്ന അലാ ജുയൂബിന്ന, അവിടെ വരെയാണ് നമ്മൾ എടുത്തതെന്ന് എൻ്റെ ഓർമ്മ അല്ലേ. അവരവരുടെ മുഖമക്കനകൾ അവരുടെ മാറിടങ്ങളിലൂടെ എന്ത് ചെയ്യണം? താഴ്ത്തിയിടണം എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച അവരെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അല പറഞ്ഞതെന്നും ജുയൂബ് എന്ന് പറഞ്ഞതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചു അല്ലേ. വലായുബ്ദീന, ഇനി നമുക്ക് പറയാനുള്ളത് വലായുബ്ദീന, അതിൻ്റെ അർത്ഥം എന്താ? അബ്ദ കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സിലാക്കി. ബദയും അബ്ദയും തമ്മിലുള്ള വ്യത്യാസം എന്തെയും നമ്മൾ കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കി. ബദ എന്ന് പറയുമ്പോൾ ബദാർ പറയുമ്പം എന്താണ്? അബ്ദ എന്താ വ്യത്യാസം? ബദ എന്ന് പറയുമ്പോൾ ആ സ്ത്രീകളുടെ പങ്കാളിത്തം അതിലില്ല, ഉണ്ടോ? അവരുടെ മനസ്സ് ഉദ്ദേശം അതിലില്ല, വെളിവായി എന്നാ. അബ്ദ എന്ന് പറയുമ്പോഴോ അവരുടെ ഉദ്ദേശം അതിലുണ്ട്, ആ സീനത്ത് വെളിവാക്കണമെന്ന ഉദ്ദേശം അതിലുണ്ട്. അതിനാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ട്രാൻസിറ്റീവ് വെർബ് ഇൻട്രാൻസിറ്റീവ് വെർബ് ഒക്കെ പറഞ്ഞ് അല്ലേ. ലാദി മുതഅദ്ദി സകർമകം മകർമകം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഓർക്കുക. അതേ പ്രയോഗം തന്നെയാണ് ഇവിടെയും. വലായുബ്ദീന, സ്ത്രീകൾ അവർ വെളിവാക്കരുത്. സീനത്തഹുന്ന, അവരുടെ ശരീര ഭംഗി, സീനത്ത്. ഇല്ലാ ലിബുഊലത്തിഹിന്ന എന്ന് പറഞ്ഞാൽ എന്താ?
ബായില് പറഞ്ഞ എന്താ? ബായില് അറിയണ ആർക്കാ? ശരിക്കും അതിൻ്റെ അർത്ഥം എന്താ? ബായൽ. കവിതയിലൊക്കെ ബായൽ വന്നില്ല ഉസ്താദ്. എന്താ ബായൽ? കൂറ്റൻ. കൂറ്റനാടിന് ഏത് വർഗത്തിലെയും കൂറ്റനാണ് എന്ത് പറയണത്? ബായൽ എന്ന് പറയുന്നത്. അതിൻ്റെ ബഹുവചനാണ് ഇത് ബുഊൽ. അതാണ് ഭർത്താക്കന്മാർക്ക് കൊടുത്ത പേര് ഖുർആൻ അല്ലേ? അപ്പം നമ്മളൊക്കെ കൂറ്റന്മാരാ. ബുഊൽ കൂറ്റന്മാർ എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താ അർത്ഥം? അല്ലാതെ ഇലാഹേ ഇല്ല അല്ലേ? മറ്റൊരു ഉദ്ദേശാർത്ഥം എങ്ങനെയാ പറയാ? അല്ലാഹു മാത്രമാണ് ഇലാഹ് അല്ലേ? ഇലാഹ് അല്ലാഹു മാത്രമാണ് അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ഇലാഹ ഇല്ല എന്ന് പറഞ്ഞാൽ ഇലാഹ് അല്ലാഹു മാത്രമാണ് എന്നല്ലേ എൻ്റെ അർത്ഥം ആണല്ലോ. ഇത് വെച്ച് നിങ്ങൾ നോക്കിയാണ് ഇവിടെ എന്താ പറഞ്ഞത്? വലാ യുബ്ദീന. ആ പെണ്ണുങ്ങൾ അവർ വെളിവാക്കരുത്. സീനത്തഹുന്ന, അവരുടെ സീനത്ത് വെളിവാക്കരുത്, ശരീരഭംഗി വെളിവാക്കരുത്. ഇല്ലാലി ബുഉലത്തിഹിന്ന എന്നാണ് എന്താ? അവരുടെ ഭർത്താക്കന്മാർക്കല്ലാതെ വെളിവാക്കി കാണിച്ചു. ഏതൊരു മനുഷ്യനും അവനവൻ്റെ ഭംഗിയൊന്ന് മറ്റൊരു കാണണം എന്നൊരാഗ്രഹം ഉണ്ടാവില്ലേ? ഏത് പെണ്ണിനും ഉണ്ടാവും. അതുകൊണ്ട് മനഃശാസ്ത്രത്തിലൊരിതുണ്ട്. നിങ്ങൾ 5ാം ക്ലാസ് 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ചെറിയ മക്കളല്ലേ, അവർ ചിലപ്പം 3 വരെയൊക്കെ നല്ല മക്കനൊക്കെ ഇട്ട് വരും. ഒരു 5-ലാവുമ്പം ബസ്സിൽ നിന്ന് മക്കനൊക്കെ എടുത്തു. എന്തുകൊണ്ടാണ്? നിങ്ങൾ ഒരിക്കലും ആ കുട്ടിയെ ആക്ഷേപിക്കരുത്. എന്തുകൊണ്ട് ആക്ഷേപിക്കാൻ പാടില്ല അറിയോ? അവരുടെ ഒരു സ്ത്രൈണ സ്വഭാവം അഥവാ ആ ഹോർമോൺ വളരുന്ന ഒരു സമയമാണ്. അപ്പം എല്ലാവരും ഒന്ന് കാണണം എന്നൊരാഗ്രഹം ആ ഹോർമോൺ കുട്ടിയെ ഇങ്ങനെ ഉത്തേജിപ്പിക്കും. അപ്പം ആ സമയത്ത് എന്ത് ചെയ്യും? കുട്ടി ചിലപ്പം നൈസായ വസ്ത്രമിടും, അവിടെയും ഇവിടെയൊക്കെ നോക്കിയിട്ട് ആ രൂപത്തിലൊക്കെ ഒന്ന് അഭിനയിക്കും കുട്ടി. അത് കുട്ടികളുടെ സ്വഭാവമാണ്. ആ പ്രായത്തിൽ അതുണ്ടാവും. ആ സമയത്ത് ഇതിനപ്പം എന്നെ മദ്രസയെ പറഞ്ഞയച്ചിട്ട് ആ കുട്ടിയെ അടിക്കരുത്, ആക്ഷേപിക്കരുത് ഒരിക്കലും. ആ ഹോർമോൺ വ്യത്യാസം കൊണ്ട് വരുന്നതാണ്. അപ്പം ഞാൻ ഇതെന്തിനാ പറഞ്ഞത്? ഏതൊരു സ്ത്രീയിലും ഏതൊരു മനുഷ്യനിലും അവനവൻ്റെ സീനത്ത് മറ്റൊരാൾ കാണിക്കാനുള്ള പ്രേരണ അവൻ്റെ ശരീരത്തിൻ്റെ വളർച്ച മൂലം ഉണ്ടാകും. സ്വാഭാവികമാണ്. ഉണ്ടാവില്ലേ? നിങ്ങളൊക്കെ ചെറുപ്പത്തിലായെന്ന് എങ്ങനെയാണ് അല്ലേ? ഒരു അടിപൊളി പാൻ്റൊക്കെ ഇടണം എന്നൊക്കെ നിങ്ങൾക്കൊരാഗ്രഹമില്ലേനോ? ഇന്നിപ്പോൾ അതൊക്കെ പോയാണ് അല്ലേ? അപ്പോൾ ഓരോ പ്രായത്തിലും ഓരോരോ ആഗ്രഹങ്ങളും കൊതികളുണ്ടാവും. മാത്രമല്ല ഈ ആഗ്രഹം മറ്റുള്ളവരോട് പ്രകടിപ്പിക്കണം എന്ന ഒരു ഇതും മനസ്സിൽ വരും. സ്ത്രീകളും അങ്ങനെ തന്നെ. അപ്പം മനുഷ്യൻ്റെ മനഃശാസ്ത്രം അറിയുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല പെണ്ണുങ്ങളെ വിളിച്ച് പറയാ, നിങ്ങൾ പ്രകടിപ്പിച്ചോളി. ആരെ മുന്നിൽ മാത്രം? ഇല്ലാ ലിബുഉലത്തിഹിന്ന, നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ മുന്നിൽ മാത്രം. അവിടെ നിങ്ങൾ ഇതൊക്കെ കാണിച്ചു കൊടുത്തോളി. അവിടെ കാണിച്ചു കൊടുക്കണം എന്നാ നമ്മളെ സ്ത്രീകളോ ആ മീനും ഇതും ആ കീറിയ കുപ്പായും ഒക്കെ ഭർത്താവിൻ്റെ മുമ്പിൽ വരുമ്പോഴാണ് ആ ജാതി ഇട്ട് വരിക. പുറത്തേക്ക് പോകുമ്പോഴോ എല്ലാവരും നോക്കണ രൂപത്തിൽ തിളങ്ങണ അതിട്ട് അങ്ങോട്ട് പോകും. നേരെ ഓപ്പോസിറ്റാണ് വേണ്ടത്. ഭർത്താവിൻ്റെ മുമ്പിൽ എങ്ങനെ വരേണ്ടത്? എല്ലാ ഭംഗിയും പ്രകടിപ്പിച്ച ശരീര സൗന്ദര്യം കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ഭർത്താവിൻ്റെ മുമ്പിൽ വരേണ്ടത്. അതാണ് ആ ഖുർആനിൻ്റെ പ്രയോഗം. വലാ യുബ്ദീന സീനത്തഹുന്ന ഇല്ലാ ലിബുഉലത്തിഹിന്ന. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീര സൗന്ദര്യം പ്രകടിപ്പിക്കാനുള്ള അവകാശം ഭർത്താവിൻ്റെ മുമ്പിൽ മാത്രമേ ഉള്ളൂ എന്നാണ് അതിൻ്റെ ആശയം. മനസ്സിലായില്ലേ? അപ്പം ഇനിയൊരു ചോദ്യം വരും അടുത്ത്. എന്താ പറയുന്നത്? ഔ ആബാഇഹിന്ന. ഔ ആബാഇഹിന്ന പറഞ്ഞാലോ അവരുടെ സ്വന്തം പിതാക്കൾ. ഈ പിതാവിൻ്റെ മുമ്പിൽ എല്ലാം വെളിവാക്കി കാണിക്കാൻ പറ്റുമോ?
പറ്റുമോ? ഇവിടെ നമ്മൾ എന്തുകൊണ്ടാ ഔ ആബാഹിന്ന എന്ന് പറഞ്ഞത്? ആദ്യം പറഞ്ഞില്ലേ മാ ലഹറ മിൻഹ എന്ന് പറഞ്ഞില്ലേ? മാ ലഹറ എന്തിനായത്ത്? ഇല്ലാ മാ ലഹറ മിൻഹ എന്ന് പറഞ്ഞില്ലേ? ബാഹ്യമായി പ്രകടമായി കാണുന്ന ഭാഗങ്ങളുണ്ടല്ലോ, അത് ആർക്കൊക്കെ കാണാം? ഭർത്താവിനും കാണാം, ഭർത്താവിനല്ലാത്തതും കാണാം. അതുകൊണ്ടാണ് ഇല്ലാ ലിബുലത്തിനാണ്. പിന്നെ അതിലേക്ക് അത്ഫിയാണ് ഔ ആബാഹിന്ന, അവരുടെ സ്വന്തം പിതാക്കൾ, ആ പെൺമക്കളുടെ സ്വന്തം പിതാക്കൾ, അവർക്ക് എന്ത് കാണാം? അവരുടെ മാലഹറ മിൻഹായ ഭാഗങ്ങളൊക്കെ കാണാം. അല്ലാതെ കാണാൻ പറ്റാത്ത സ്ഥലത്തേക്ക് വാപ്പ ഇങ്ങനെ നോക്കാൻ പാടില്ല. മാലഹറ മിൻഹ എന്താണോ ബാഹ്യമായി ചിലപ്പം ഇവിടെ ഉണ്ടാവുള്ളൂ, കൈ കാണും, മുഖം കാണും, ചിലപ്പോൾ തട്ടുണ്ടാവില്ല വീട്ടിലാകുമ്പോൾ, അതൊക്കെ വാപ്പക്ക് കാണാം, പ്രശ്നമല്ല. അതുകൊണ്ടാണ് ഔ ആബാ ഇഹിന്ന എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. ഇനി പിതാക്കൾ എന്ന് പറയുമ്പോൾ ആ സ്വന്തം പിതാവല്ലേ? ആ സ്വന്തം പിതാവിൻ്റെ അതേ സ്ഥാനത്ത് തന്നെയാണ് വാപ്പൻ്റെ വാപ്പ. അതാരാ? വല്യാപ്പ അല്ലേ? ഗ്രാൻഡ് ഫാദർ. അപ്പം ആ വാപ്പൻ്റെ വാപ്പ എത്ര അങ്ങോട്ട് എത്ര വല്യാപ്പന്മാർ ജീവിച്ചിരിക്കുന്നുണ്ടോ അതൊക്കെ ഔ ആബാ ഇഹിന്ന എന്ന് പറഞ്ഞ ആ ഗണത്തിൽ പെടും. അപ്പം വല്യാപ്പ അങ്ങനെ നേരെ വല്യാപ്പട്ടോ, ആ വല്യാപ്പാർക്കൊക്കെ പിന്നെ എന്ത് കാണാം? ഇവരുടെ മാലഹറ മിൻഹായ ഭാഗങ്ങൾ കാണുന്നത് കൊണ്ട് വിരോധമില്ല എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയാം ഔ ആബാഇ ബഉലത്തിഹിന്ന. പിന്നെ പണ്ഡിതന്മാർ പറയുന്നത് ആബാ ഇന്ന എന്ന് പറഞ്ഞല്ലോ, അവിടെ എളാപ്പനെ പറഞ്ഞില്ലല്ലോ, മൂത്താപ്പനെ പറഞ്ഞണോ? എളാപ്പി മൂത്താപ്പി ആരാണ്? വാപ്പൻ്റെ സ്ഥാനത്ത് തന്നെയാണ്. അമ്മ എന്നറിയില്ല നമ്മൾ ഇവിടെ ഉപരി ഉപയോഗിക്കണ അമ്മല്ല. അമ്മ എന്ന് ശരിക്കും പറഞ്ഞാൽ എന്താ അർത്ഥം? അമ്മ എന്ന് പറഞ്ഞാൽ ആരാ ശരിക്കും? അതിൻ്റെ അർത്ഥം എന്താ? അമ്മും ഖാലും തമ്മിലുള്ള വ്യത്യാസം എന്താ? അമ്മ എന്ന് പറഞ്ഞാൽ വാപ്പൻ്റെ സഹോദരൻ, ആ എളാപ്പായാലും മൂത്താപ്പായാലും. അമ്മ എന്ന് പറയുന്നത് സ്വന്തം വാപ്പൻ്റെ സഹോദരൻ, അത് എളാപ്പാക്കും പറയും മൂത്താപ്പാക്കും പറയും. ഖാല് എന്ന് അറിയുന്നല്ലോ സ്വന്തം ഉമ്മൻ്റെ സഹോദരൻ, അതിന് നമ്മളെന്താ പറയുക? അമ്മാവൻ അല്ലേ? അപ്പോൾ അമ്മ ആരിൽപ്പെട്ടതാണ്? ആ എളാപ്പായാലും മൂത്താപ്പായാലും ആരിൽപ്പെട്ടതാണ്? ആബാ ഇഹിന്ന എന്ന ഗണത്തിൽപ്പെടാം. അപ്പം ആർക്കൊക്കെ കാണാം? സ്വന്തം വാപ്പക്ക്, വാപ്പൻ്റെ വാപ്പ വല്യാപ്പന്മാർ, പിന്നെ വാപ്പൻ്റെ സഹോദരൻ, പിന്നെ അത് ഇളയതായാലും മൂത്തതായാലും എളാപ്പായാലും മൂത്താപ്പായാലും അവർക്കൊക്കെ ഈ ഇല്ലാ മാലഹറ മിൻഹ എന്ന് പറഞ്ഞ മാലഹറ മിൻഹായ ഭാഗം കാണാം എന്നർത്ഥം. പിന്നെ അവരെ മുമ്പിൽ പ്രകടിപ്പിക്കാം എന്നർത്ഥം. പിന്നെ ഔ ആബാഇ ബുഉലത്തിഹിന്ന, അവിടെയോ ഔ, ഈ ഔ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെങ്കിൽ എന്നാണോ? അവിടെ ഒരു ചെറിയ ഗ്രാമർ പഠിക്കാണ്ട്. ഔ എന്ന അവ്യയം ഇപ്പോൾ കഴിഞ്ഞ നമ്മളെ പിന്നെ ദഅ്വദിൽ ഒരു അബ്ദുറഹ്മാൻ ഒരു ഹദീസ് ഓതിയില്ലേ? കുൻ എന്തേനി അത്? കുൻ മുഅല്ലിമൻ ഔ മുതഅല്ലിമൻ. ഔ പിന്നെ കുൻ മുഅല്ലിമൻ ഔ മുതഅല്ലിമൻ ഔ മുഹിബ്ബൻ. പിന്നെന്താ അഞ്ചാമത്തെ ഒന്ന് പറഞ്ഞില്ലേല്? ആർക്കും കിട്ടുന്നില്ല. അങ്ങനെ ഒരു ഹദീസ് ഉണ്ടല്ലോ, അവിടെ ഔ ഔ ഔ ഔ ഔ മുത്തബിയൻ അല്ലേ? പിന്നെ വലാത്തക്കുൻ ഖാമിസ് എന്ന അഞ്ചാമത്ത് അല്ലേ? വലാത്തക്കുൻ അൽ ഖാമിസ്, അഞ്ചാമത്തത് ജാവരുത് എന്ന് പറയണ്ടേ. അവിടെയൊക്കെ ഔ ഔ ഔ എന്ന് പറഞ്ഞിട്ടാണ് ഹദീസ് പറയുന്നത്. എന്താ ഈ ഔ? അവിടെ അല്ലെങ്കിൽ എന്നാ, അവിടെ അർത്ഥം അല്ലെങ്കിൽ. ഔ എന്നത് അല്ലെങ്കിൽ എന്ന അർത്ഥത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇതാണ് ഇഖ്തിയാർ. അപ്പം അതിന് പറയാം ഇഖ്തിയാറിൻ്റെ ഔ എന്നാണ്. ഇയാൾ അല്ലെങ്കിൽ ഇയാൾ അല്ലെങ്കിൽ ഇയാൾ അല്ലെങ്കിൽ ഇവൻ അല്ലേ? അവിടെ നിങ്ങൾക്ക് ആരെയും കൊണ്ടുപോവാം, ഇയാളെ പിടിച്ചോളൂ അല്ലെങ്കിൽ ഇയാളെ പിടിച്ചോളൂ അല്ലേ? അവിടെ ഔ ഔ ഔ. എന്നാൽ ഔ എന്ന് പറയുമ്പോൾ മുസാഹബത്തിൻ്റെ ഔ ഉണ്ട് എന്നാ. എന്താ ഈ മുസാഹബത്തിൻ്റെ ഔ? നമ്മൾ ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴുള്ള പിന്നെ ആ വ്യത്യാസം പിന്നെ നിങ്ങൾ മനസ്സിലാക്കാനാണ് ഞാനിത് വിവരിക്കുന്നത്.
ഔവിന് മറ്റൊരർത്ഥമുണ്ട്, മുസാഹബത്ത് എന്ന് പറയും. അപ്പൊ ഔവിന്റെ ഒരർത്ഥം ഇഖ്തിയാർ, രണ്ടാമത്തെ അർത്ഥം എന്താ ഈ മുസാഹബത്ത്? മുസാഹബത്ത് പറഞ്ഞാൽ അതും അയാൾക്കും, അയാളും കൂടെ, ഇയാളും കൂടെ, ഇയാളും കൂടെ, ഇയാളും കൂടെ നമ്മൾ പറയില്ലേ, അതാണ് ഔ. അപ്പൊ ഔ എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ എന്ന് മാത്രല്ല അർത്ഥം, മറിച്ച് എന്തുണ്ട്? അയാളും ഇയാളും അതും ഇതും എന്ന് ആ അത്തിഫ്, രണ്ടായാലും അത്തിഫ് എന്നാ പറയല്. ആ അത്തിഫ് ആകുമ്പോൾ രണ്ട് ആശയമേഖലകളിലൂടെ ഔ എന്ന അവ്യം കടന്നു പോകുന്നുണ്ട്. മനസ്സിലാണ്ട് നിങ്ങൾക്ക്? അങ്ങനെ ഉള്ള ഔ ആണേത്? നിങ്ങളുടെ സ്വന്തം പിതാക്കൾ, ഔ ആബാ ഇബുഅലത്തിഹിന്ന, ആ പിന്നെ ഭർത്താക്കന്മാരുടെ പിതാക്കൾ, അവരും എന്നാണ് അതിൻ്റെ അർത്ഥം. അവർക്കും കാണാന്നാ അല്ലേ? എന്താ ഭർത്താക്കന്മാരുടെ പിതാക്കൾ? ബാപ്പന്റെ സ്ഥാനത്ത് തന്നെയാണ് അല്ലേ? ഭർത്താക്കന്മാരുടെ പിതാക്കൾ ബാപ്പന്റെ സ്ഥാനത്ത് തന്നെയാണ്. അതെന്തേ ഓൽക്ക് കാണാൻ പറ്റുള്ളൂ? ഇല്ലാ മാ ലഹറ മിൻഹ എന്ന് പറഞ്ഞ ആ ഭാഗം മാത്രം. മനസ്സിലായില്ലേ? അല്ലാതെ നഗ്നമായ എല്ലാ ഭാഗത്തേക്കും പിന്നെ അമ്മച്ചങ്കാക്ക പോയി ഇങ്ങനെ നോക്കുക ഇല്ല, പാടില്ല. പിന്നെ ഔ അബ്നാഇഹിന്ന എന്ന് പറഞ്ഞാലോ, അവരുടെ മക്കൾ, സ്വന്തം മക്കൾ. എന്തിനാ അബ്നാഇഹിന്ന പറഞ്ഞാല്? അതേ ഭർത്താവിൽ നിന്നും പിന്നെ ഒരേ ഉമ്മയിൽ നിന്നും ഒരേ വാപ്പയിൽ നിന്നും ഉണ്ടായ മക്കൾ അല്ലേ? ഇപ്പം എനിക്ക് പിന്നെ എന്നിൽ നിന്നും എൻ്റെ ഭാര്യയിൽ നിന്നും ഉണ്ടായ മക്കൾക്കാണ് ഔ അബ്നാഇഹിന്ന എന്ന് പറയുന്നത്. ഔ അബ്നാഇഹിന്ന. ഇനി പറയാം, ചിലപ്പോൾ ഭർത്താക്കന്മാർക്ക് മക്കളുണ്ടാവും, പിന്നെ ഉമ്മ, ഞാൻ ഇപ്പം ആദ്യം കെട്ടിയ പെണ്ണുങ്ങളിൽ മക്കളുണ്ടാവും അല്ലേ? ഞാൻ ഇപ്പം കെട്ടിയ പെണ്ണല്ലോ, അതിൽ വേറെ മക്കളുണ്ടാവും. അപ്പം ഇപ്പം കെട്ടിയ പെണ്ണിന് എൻ്റെ ആദ്യം പിന്നെ കെട്ടിയ ഭാര്യയിലുള്ള ആ മക്കളെ, അതിൻ്റെ മക്കളല്ലേ, അത് കാണാൻ പറ്റുമല്ലേ? അത് അതിനുത്തരാണിത്. ഔ അബ്നാഇ ബുഉലതിഹിന്ന, ഭർത്താക്കന്മാരുടെ മക്കൾ എന്ന് പറയാൻ കാരണം എന്താ? ആദ്യം കെട്ടിയ പെണ്ണുങ്ങളിൽ ചിലപ്പോൾ കുട്ടികളുണ്ടാവും, അവർക്കും എന്ത് കാണാം? ഇല്ലാ മാ ലഹറ മിൻഹ എന്ന് പറഞ്ഞ ആ ഭാഗം കാണാം. പിന്നെ ഔ ഇഖ്വാനിഹിന്ന, അവരുടെ സ്വന്തം സഹോദരന്മാർ, ആങ്ങളമാർ അല്ലേ? ഒരു പെണ്ണിന്റെ ആങ്ങളമാർ പറയേണ്ടതില്ലല്ലോ. ഔ ബനി ഇഖ്വാനിഹിന്ന, അല്ലെങ്കിലോ ആങ്ങളമാരുടെ മക്കൾ, ആങ്ങളമാരുടെ മക്കൾ. പിന്നെ ഔ ബനി അഹ്വാത്തിഹിന്ന, പെങ്ങന്മാരുടെ മക്കൾ അല്ലേ? അവരുടെ സഹോദരി എന്ന് പറഞ്ഞാൽ അത് ഇളയതായാലും മൂത്തതായാലും സഹോദരിമാരുണ്ടാവില്ലേ? മൂത്ത സഹോദരി ഉണ്ടാവും, ഏട്ടത്തി അഞ്ചത്തി ഉണ്ടാവും. അപ്പൊ ഏട്ടത്തിമാരുടെയും അഞ്ചത്തിമാരുടെയും മക്കൾ, അവർക്കും ആരെ കാണാം? ഈ ഇല്ലാ മാ ലഹറ മിൻഹ എന്ന് പറയുന്ന ആ ഭാഗം കാണാം. ഔ നിസാഇഹിന്ന, അതെന്താ? അവരുടെ സ്ത്രീകൾ എന്ന് പറയുന്നത് മുസ്ലിം സ്ത്രീകളാ, മുസ്ലിങ്ങളായ സ്ത്രീകൾ, അവർക്കും എന്ത് കാണാം? മാ ലഹറ മിൻഹ എന്ന് പറയുന്ന ആ ഭാഗം കാണാം. എന്തുകൊണ്ടാണ് മുസ്ലിം സ്ത്രീകൾ എന്ന് പറയാൻ കാരണം? അന്യ സ്ത്രീകളുടെ മുമ്പിൽ പിന്നെ ഒരു മുസ്ലിമായ സ്ത്രീ പിന്നെന്ത് ചെയ്യണം? ഔറത്ത് കാണാൻ പാടില്ല എന്ന്. അപ്പം ഒരു ചോദ്യം വരും, ആയിഷ ബീബിൻ്റെ കൂടെ പിന്നെ ഈ ഹമ്മാമിൽ ബാത്റൂമിലൊക്കെ പോയപ്പോൾ ജൂത സ്ത്രീകൾ കൂടെ പോയിട്ടില്ലായിരുന്നോ? ഹാദ്യമായിട്ട് കൂടെ പോയിട്ടില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ പിന്നെ എന്തല്ല, അവർക്കും അത് കാണിച്ചു കൊടുക്കാൻ പാടുള്ളതല്ല. ഒരു സ്ത്രീയുടെ ഔറത്ത് അന്യ സ്ത്രീകൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? കാണാൻ പാടില്ല. എന്നാൽ ആവശ്യത്തിന് എന്ത് ചെയ്യാം? സ്വന്തം മുസ്ലിം ഗണത്തിൽപ്പെട്ട മുസ്ലിമാത്തായവർക്ക് കാണാം എന്നതാണ് നിയമം. പിന്നെ ഔ മാ മലക്കത്ത് അയ്മാനുഹുന്ന, അവരുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തി. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ അവതരിപ്പിക്കുന്ന കാലഘട്ടത്തിൽ എന്തുണ്ടായിരുന്നു? ധാരാളം അടിമക്കച്ചവടം ഉണ്ടായിരുന്നു. അപ്പോൾ ആ അടിമകളോട് കാരുണ്യം ചെയ്യാണെന്ത്? ഇസ്ലാം. അവരെ മോചിപ്പിക്കാനാണ് ഓരോ രംഗത്തും അല്ലേ? എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കഫാറത്തായി ഇസ്ലാം നിശ്ചയിക്കണം എന്താ?
ആദ്യം തന്നെ അടിമമോചനീകാരം അല്ലേ? ഏത് കാര്യം എടുത്തു നോക്കി നിങ്ങൾ, ഫക്കുറക്കബ ഇങ്ങനെയുള്ള പ്രയോഗം കാണാം. ഒരു അടിമമോചനമാണ് അതിൻ്റെ കഫാറത്തായി നിശ്ചയിച്ചത് എന്ന് കാണാം. സത്യം ചെയ്ത് പറയാലും അല്ലാത്ത മറ്റു കാര്യങ്ങളിലൊക്കെ പറയുന്നിടത്ത് എന്ത് കാണാം? അടിമമോചനത്തിന് ഇസ്ലാം വലിയ പ്രാധാന്യം. എന്തുകൊണ്ടാണത്? അടിമകളെ ഘട്ടം ഘട്ടമായി ഇങ്ങനെ ഇല്ലാതാക്കി അവരെ മോചിപ്പിക്കാനാണ് ഇസ്ലാം പ്രേരിപ്പിക്കുന്നത്, ഇസ്ലാം നിർദ്ദേശം നൽകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറഞ്ഞത്? അടിമകൾക്ക് പ്രത്യേകം സ്ഥാനം നൽകിയിട്ടുള്ളത്. പിന്നെ അവിത്താബിഈന, താബി പറഞ്ഞാൽ എന്താ? അതിന് വിവർത്തനം കൊടുത്ത് പരിചാരകർ എന്നാ. താബി എന്ന് പറഞ്ഞാൽ ഇപ്പം കൊയ്ത്തിലൊക്കെ കണ്ടില്ല നിങ്ങൾ, പിന്നാലെ ഇങ്ങനെ പോണ ആണുങ്ങൾ പെണ്ണുങ്ങൾ പിന്നാലെ ഇങ്ങനെ പോണ, ഓൽക്ക് എന്തുണ്ടാവില്ല? ഉണ്ടാവുമല്ലോ എന്ന് ഇനി പോലോട് ചോദിക്കണം കേട്ടോ, വേറെ. പിന്നെ എന്തുണ്ടാവില്ല? മിൻ ഗൈരി ഉലിൽ ഇർബത്താവണം എന്നാ. എന്ന് പറഞ്ഞാൽ ലൈംഗികമായ ആ ഉദ്ദേശം അവരുടെ മനസ്സിലുണ്ടാവില്ല. ഇവർക്ക് ഉദ്ദേശം എന്താവും? വെറും സേവനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് മിൻ ഗൈരി ഉലിൽ ഇർബത്തി എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ പല മാമന്മാരെയൊക്കെ നോക്കണുണ്ടല്ലോ നിങ്ങൾ, അത് ചിലപ്പോൾ ആ മാമന്മാരോട് ആ രീതിയിലുള്ള ഒരാഗ്രഹം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അതുകൊണ്ടാണ് മിൻ ഗൈരി ഉലിൽ ഇർബത്തി എന്ന് പറഞ്ഞാൽ അത്തരം ആളുകൾക്കും എന്ത് ചെയ്യാം? മാലഹറ മിൻഹായ ഭാഗങ്ങൾ കാണാം, മിന റിജാൽ. പിന്നെ പറയാം അവിത്തിഫിലിൽ ലദീനലം യൽഹറു അല ഔറാത്തിൻ നിസാ, സ്ത്രീകളുടെ നഗ്നഭാഗം അഥവാ സ്ത്രീകളുടെ രഹസ്യം മനസ്സിലാക്കിയിട്ടില്ലാത്ത പിഞ്ചു കുട്ടികൾ, ചെറിയ കുട്ടികൾ ഉണ്ടാവില്ലേ, ശിശുക്കൾ. അപ്പോൾ അവർക്കും കാണാമെന്നാ. അപ്പോൾ എന്നാ സ്ത്രീകളുടെ രഹസ്യമൊക്കെ മനസ്സിലാക്കുന്ന ആ പ്രായത്തിലെത്തിയാലോ അവിടെ പറ്റൂല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ എന്ത് പറഞ്ഞത്? തിഫിൽ എന്ന പദപ്രയോഗം പറഞ്ഞത്. സ്വബി എന്നാണ് പറഞ്ഞത്, അല്ല. സ്വബി എന്നല്ല പറഞ്ഞത്, ഉലാമെന്നൊന്നല്ല പറഞ്ഞത്, മറിച്ച് തിഫിൽ. തിഫിൽ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ 5 വയസ്സിന് താഴെയുള്ള ആ കുട്ടികൾക്കാണ് എന്ത് പറയുക? തിഫിൽ എന്ന് പറയുന്നത്. ഇത് ഏകവചനമായും ബഹുവചനമായും ഒക്കെ തിഫിൽ എന്നാണ്. അത്ഫാൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. പക്ഷേ തിഫിൽ എന്ന് പറയുമ്പോൾ തന്നെ എന്തുണ്ട്? അതിൽ ബഹുവചനത്തിൻ്റെ സ്വരം കൂടി വരും. അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ ചില പ്രയോഗങ്ങളുണ്ട് അറബിയിൽ. ഏതുപോലെ? ഇപ്പം പത്രമൊക്കെ എടുത്തു എനിക്ക് നിങ്ങൾ, ഇതെന്താ? കുലാത്ത്. എന്താ കുലാത്ത് പറഞ്ഞാൽ? കുലാത്ത് പറഞ്ഞ എന്താ? കാലി പറഞ്ഞ എന്താ? ജഡ്ജി. കുലാത്ത് ജഡ്ജി, ജഡ്ജിമാർ അല്ലേ? കുലാത്ത് ബഹുജനാണല്ലോ. അതിൻ്റെ സിഫത്തായിട്ട് കൊണ്ടുവരിക അതിൽ നിന്നാ. എഴുതലാന്നൊന്നും പറയില്ല, അതിൽ നിന്നേ ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ടാണത്? കാലി അതിൽ, കുലാത്ത് അതിൽ എന്ന് തന്നെ പറയുള്ളൂ. അങ്ങനെയാണ് പ്രയോഗം. അവിടെ നമ്മൾ ബഹുവചനാക്കാൻ പോകണ്ട, അതങ്ങനെയാണ് പ്രയോഗിക്കുക. അങ്ങനെയുള്ള ഒരുപാട് പ്രയോഗങ്ങൾ അറബിയിൽ കാണാം. അപ്പം ഏകവചനമായാലും ബഹുവചനമായാലും അതിൽ നിന്നാണ് ഉപയോഗിക്കുക. നീതിമാന്മാരായ ജഡ്ജിമാർ. അപ്പോൾ ഒരു ജഡ്ജി ആണെങ്കിലോ നീതിമാനായ ജഡ്ജി, അവിടെയും അതിൽ തന്നെ ഉപയോഗിക്കാം. അതിൽ നിന്നൊക്കെ ഉണ്ട്, പക്ഷേ ഭാഷ ഉപയോഗിക്കുമ്പോൾ അതിൽ എന്ന പദപ്രയോഗമാണ് പത്രഭാഷകളിലൊക്കെ ഉപയോഗിക്കാറുള്ളത്. ജാഹിലിയ കാലഘട്ടത്തിലുള്ള കവിതകളിലൊക്കെ ഇത്തരം പ്രയോഗങ്ങൾ ധാരാളക്കണക്കിന് കാണാൻ പറ്റും അല്ലേ? അതുതന്നെയാണ് വിശുദ്ധ ഖുർആൻ എന്ത് പറഞ്ഞത്? തിഫിൽ എന്ന് പറയുന്ന ആ പ്രയോഗം അത് ഏകവചനത്തിനും തിഫിൽ തന്നെയാണ്, ബഹുവചനത്തിനും എന്താണ്? തിഫിൽ എന്ന പ്രയോഗമാണ്. അത്ഫാൽ ഇല്ലേന്ന് ചോദിക്കും, അത്ഫാലുണ്ട്. പക്ഷേ ആ തിഫിൽ ഉപയോഗിച്ചാൽ ബഹുവചനവും അതുകൊണ്ട് ഉദ്ദേശിക്കും. അതുകൊണ്ടാണ് എവിടെത്തിപ്പോൾ നമ്മൾ അവിത്തിഫിലില്ലദീന, അല്ലദീന എന്നുള്ള ബഹുവചന എന്നിട്ട് പറയുന്നത് തിഫിൽ പറഞ്ഞിട്ട് അല്ലേ? അല്ലദീ അല്ല പറഞ്ഞ് ആണോ? അല്ലദീന. അപ്പം കുട്ടികൾ, ശിശുക്കൾ. ലം യൽഹറു അല ഔറാത്തിൻ നിസാ, സ്ത്രീകളുടെ പിന്നെ സ്ത്രൈണ ആ സ്വഭാവം മനസ്സിലാക്കിയിട്ടില്ലാത്ത, അതിൻ്റെ രഹസ്യം മനസ്സിലാക്കിയിട്ടില്ലാത്ത അത്തരം കുട്ടികൾക്കും എന്തില്ല? മാലഹറ മിൻഹായ ഭാഗം കാണുന്നത് കൊണ്ട് വിരോധമില്ല. അത് സ്വന്തം കുട്ടികളാണെന്നില്ല, മറ്റു കുട്ടികളായാലും. അതുകൊണ്ട് ആ കുട്ടികളെ പ്രത്യേകിച്ച് പറഞ്ഞത് സ്വന്തം കുട്ടികളല്ല, മറ്റുള്ള ആളുകളുടെ കുട്ടികൾ. പിന്നെ വല യളിരിബിന ബി അർജുലിഹിന്ന, അവിടെയോ
ലറബ എന്ന് പറഞ്ഞാൽ എന്താ? അടിക്ക. വലാ യദ്രിബ്ന, അവർ അടിക്കരുത്. ആ സ്ത്രീകൾ ബി അർജുലിഹിന്ന. റിജില് പറഞ്ഞാല് റിജില് കാല്, റിജില് കാല്. റജുലോ മനുഷ്യൻ, പുരുഷൻ അല്ലേ? ഈ റിജിലിന്റെ ബഹുവചനം എന്താ? അർജുലാണ്. റജുലോ റിജാലാണ്. വ്യത്യാസം അതാണ് അല്ലേ? ഇവിടെ ഉപയോഗിച്ച എന്താ? വലാ യദ്രിബ്ന ബി അർജുലിഹിന്ന, അവരുടെ കാലുകൾ ഇട്ടുകൊണ്ട് അവരടിക്കരുത്. ലിയുഅലമ, അറിയിക്കപ്പെടാൻ വേണ്ടി. ഒരു കാര്യം. യുഖ്ഫീന, അവർ ഗോപ്യമായി വെക്കുന്ന കാര്യം. എന്താണ് ആ കാര്യം? മിൻ സീനത്തിഹിന്ന, അവരുടെ ശരീരത്തിന്റെ സൗന്ദര്യം, അല്ലെങ്കിൽ അവർക്ക് അല്ലാഹു നൽകിയിട്ടുള്ള സീനത്ത്. അപ്പം അവർ ഗോപ്യമാക്കി വെക്കേണ്ട സീനത്ത് അറിയിക്കാൻ വേണ്ടി, മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി കാലിട്ടടിക്കരുത്. നമ്മളെ കേരളത്തിലൊക്കെ പണ്ട് കാലത്ത്, ഞാനൊക്കെ ചെറുതായെന്ന് ഒരു കാലഘട്ടമുണ്ട്. സ്ത്രീകൾ എങ്ങനെ പോവാ? ഒരു സാധനം ഉണ്ട്, എന്താണ് പറയാ? ഖൽഖാൽ. ഖൽഖാൽ എന്ന് പറഞ്ഞാൽ എന്താ? പാദസാരം അല്ലേ? പാദസാരം ഇട്ടിട്ട് എങ്ങനെ പോവാ. എന്നിട്ട് ഞാനൊക്കെ ആയിക്കൂടാതെ പോയാൽ ഒരു ഇങ്ങനെ ചവിട്ടണാണ്. അപ്പം എന്തുണ്ടാവും? ആടുകൾ പോകണുണ്ടല്ലോ. നിങ്ങൾ ചന്തയ്ക്ക് ആടിനെ ഇങ്ങനെ കൊണ്ടുപോവാ? കിണി കിണി കിണി, മണി ശബ്ദം കേൾക്കാം അല്ലേ? ഈ രൂപത്തിലാണ് പണ്ട് കാലത്തൊക്കെ സ്ത്രീകൾ. ഇപ്പൊ ഒന്നും കാണില്ല. ഇപ്പൊ ആ സ്വർണ്ണപാദസാരും പോയി, അതൊന്നും ആരും ഇടില്ല. ഇപ്പൊ കാതിലും ഇപ്പത്തെ കുട്ടികളൊന്നും എന്തില്ല, എല്ലാവരും എന്നെല്ലാം പറയുന്നത്, പൊതുവെ വളർന്നു വരുന്ന കുട്ടികള് സ്വർണം, കാതുകുത്തുക, കാൽമട, കൈമട ഒക്കെ പോയിനിപ്പം. നിങ്ങൾ ഇപ്പത്തെ ആ ജനറേഷൻ, ഒരു 10-20 വയസ്സുള്ള കുട്ടികളെ നിങ്ങൾ വിവാഹം അന്വേഷിക്കാൻ പോയി അന്വേഷിച്ച് നോക്കി, ഒരു കാതും ഉണ്ടാവില്ല, ഒരു കാലുമേലും ഒരു കുന്തവും ഉണ്ടാവില്ല അല്ലേ? എന്നാലോ അതിൻ്റെ കുറച്ചു മുമ്പുള്ളതോ സ്വർണം ഇങ്ങോട്ട് കുളിപ്പിക്കും അല്ലേ? സ്വർണം അല്ലെങ്കിൽ സ്വർണം പിന്നെ പാർന്നിട്ടിട്ട് എന്താ അതിന് പറയാ? പൂശിയത് ഇങ്ങോട്ട് കുളിപ്പിക്കും, നാലേ വിവാഹമാവുള്ളൂ എന്ന ഒരു ഇത്. അപ്പം ആ രൂപത്തിൽ മറ്റുള്ളവരെ, എൻ്റെ സീനത്ത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് ഇത്, കാലിട്ടടിക്കുക. ഇത് ജാഹിലിയ കാലഘട്ടത്തുണ്ടായിരുന്നു. അപ്പം അത് പാടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നിട്ട് അവസാനം ആയത്ത് അവസാനിപ്പിക്കണ നോക്കി നിങ്ങൾ, വതൂബു, നിങ്ങൾ പക്ഷാതപിക്കണം. ആരാണ് നിങ്ങൾ? നിങ്ങൾ ആരാ? അവിടെ തന്നെ പറയുന്നുണ്ട് അയ്യുഹൽ മുഅ്മിനൂൻ അല്ലേ? ഓ വിശ്വാസികളെ, നിങ്ങൾ തൂബു ഇലല്ലാഹി ജമിയ, മുഴുവൻ ആളുകളും എല്ലാവരും അള്ളാഹുവിനോട് ഈ വിഷയം പറഞ്ഞിട്ട്, വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനോട് പക്ഷാതപിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഒരു സൂത്രമുണ്ട്. എന്താ സൂത്രം? വിശ്വാസിയാണെങ്കിലും മനുഷ്യ സഹജമായി അവൻ്റെ ജീവിതത്തിൽ വേണ്ടാത്തടത്തൊക്കെ അവൻ എപ്പോഴെങ്കിലുമൊക്കെ നോക്കിയിട്ടുണ്ടാവും. അബദ്ധങ്ങൾ വരും. എത്ര പിടിച്ചു നിർത്തിയാലും ഈ ആടുകൾ പോണ പോലെ പോയാൽ ആ ശബ്ദം കേൾക്കുമ്പോൾ തിരിഞ്ഞു നോക്കും അല്ലേ? പിന്നെ എന്തെങ്കിലുമൊക്കെ നോട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മനസ്സിലെന്തെങ്കിലൂടെയൊക്കെ പറന്നു പോയിട്ടുണ്ടാവും. അപ്പം അത് മനുഷ്യ സഹജമാണ്. അതിന് പരിഹാരമാണ് അള്ളാഹു എന്ത് പറയുന്നത്? വിശ്വാസികളെ, അബദ്ധങ്ങൾ നിങ്ങളുടെ അടുത്തുനിന്ന് സംഭവിക്കും. അപ്പോൾ അബദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് പക്ഷാതപിച്ചു കൊണ്ടേയിരിക്കണം. ഒരു വട്ടം പക്ഷാതപിച്ചാൽ മതിയോ? വതൂബു, നിങ്ങൾ പക്ഷാതപിച്ചു കൊണ്ടേയിരിക്കണം. ഇലല്ലാഹി ജമീഅ, അള്ളാഹുവിനോട് മുഴുവൻ ആളുകളും. അയ്യുഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളെ, ലഅല്ലക്കും തുഫ്ലിഹൂൻ, ഇഹപര വിജയം നിങ്ങൾക്ക് ലഭിക്കാൻ അതാണ് ഉത്തമം, അതിനു വേണ്ടി എന്നാണ്. അപ്പം മനുഷ്യൻ്റെ അടുത്ത് നിന്ന് തെറ്റുകൾ വരും. അതുകൊണ്ടാണല്ലോ ബനു ആദം ആരാണ്? ഖത്താഉനാണ്. അബദ്ധങ്ങൾ അവൻ്റെ അടുത്ത് വരും. പക്ഷേ ഖൈറുൽ ഖത്താഇൻ ആരാ? അത്തവ്വാബൂൻ, പക്ഷാതപിക്കുന്നവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിക്കണ ഹദീസിൽ കാണാവുന്നതാണ്. ഇനി ഈ വിഷയത്തെപ്പറ്റി സലഫു സാലികളായ ആളുകൾ പിന്നെ ഇതിന് കൊടുത്തിട്ടുള്ള തഫ്സീർ എന്തൊക്കെയാണ്? ഒന്ന്, മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, അസീന,
സീനത്ത് എന്ന് പറഞ്ഞാൽ 2 രൂപത്തിലാണ്. സീനത്താനി എന്നാണ്. ഒന്ന് ഫല്ലാഹിറത്തു മിൻഹ, ലാഹിറായ സീനത്ത് എന്ന് പറയുന്നത് അസിയാബു, സ്ത്രീയുടെ വസ്ത്രം തന്നെയാണ്. വമാ ഹഫിയ, എന്നാൽ ഗോപ്യമായ സീനത്ത് എന്ന് പറയുന്നത് അൽ ഖൽഖാലാനി വൽ ഖുർത്താനി പിന്നെ വസിവാറാൻ, കയ്യിലിടണ വള, കാതിൽ തൂക്കിയിടണ എന്താ കുർത്ത്, നിങ്ങളെന്താ പറയല്, കമ്മല്, അതേപോലെ കാലുമടണ വള, അതിന് ഖൽഖാൽ എന്തെന്ന് പറഞ്ഞില്ല നിങ്ങൾ, പാദസാരം. ഇതാണ് ഗോപ്യമായത് എന്ന് പറയുന്നത് എന്നാണ് ആര് പറയണത്? അബ്ദുല്ലാഹിബിൻ മസൂദ്, അല്ലാമ ഇബ്നു ജരീർ തബരി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ അങ്ങനെയാണ് രേഖപ്പെടുത്തി വെച്ചത്. എന്നാൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് അസീനത്ത് എന്ന് പറഞ്ഞാൽ, സീനത്തുല്ലാഹിറ എന്ന് പറഞ്ഞാൽ മുഖമാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച വെച്ചു അല്ലേ? കുഹലുൽ ഐൻ, കണ്ണിന് വരുന്ന സുർമല്ലേ, അതാണ് എന്ന് അദ്ദേഹം പറയുന്ന കാണാം. വഹിലാബുൽ കഫ്, കയ്യിൻ്റെ മുൻകൈയിലിടുന്ന മൈലാഞ്ചി പോലുള്ള സാധനല്ലേ, അതിനാണ് എന്ത് പറയുന്നത്? ലാഹിറായ സീനത്ത് എന്നതാണ്. അതേപോലെ അവർ ധരിക്കണ ഖാത്തമ്, മോതിരം, ഇത്തരം കാര്യത്തിനാണ് എന്ത് പറയാ? സീനത്തുല്ലാഹിറ എന്ന് പറയുന്നത് എന്നാണ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ആയിഷ ബീബി പറയാണ്, യർഹമുല്ലാഹു നിസാ അൽ മുഹാജിറാത്തിൽ ഉവൽ, ആദ്യ കാലഘട്ടത്തെ മുഹാജിർ ആളായ സ്ത്രീകളെ അള്ളാഹു കാരുണ്യം ചെയ്യട്ടെ. എന്താണത്? ലമ്മ അൻസലല്ലാഹു വല്യളിരിബിന ബിഹുമിരിഹിന്ന അലാ ജിയൂബിഹിന്ന, അവരവരുടെ പിന്നെ മാറിടങ്ങൾക്ക് മുകളിലൂടെ അവരുടെ ശിരോവസ്ത്രം താഴ്ത്തിയിടട്ടെ എന്നുള്ള ആയത്ത്, ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ ശകക്കിന മുറൂത്തഹുന്ന, അവരുടെ മുകളിലൂടെ ധരിച്ചിരുന്ന ആ മൂടുപടം എന്ന് പറയുന്ന ആ വസ്ത്രം അവരെന്ത് ചെയ്തു? അത് കീറിയിട്ട് ഫഖ്തമർന ബിഹ, അത് മുഖമക്കനയായി ശിരോവസ്ത്രമായി അവർ ഉപയോഗിക്കുന്നുണ്ടായി. അപ്പോൾ ഒരു കൽപ്പന കിട്ടിയപ്പോൾ തന്നെ, വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഒരു കൽപ്പന കിട്ടിയപ്പോൾ തന്നെ ഉള്ള വസ്ത്രം കീറിയിട്ട് എന്താക്കി അവർ മുഖമക്കനാക്കിയിട്ട് അത് മാറിടത്തിലൂടെ താഴ്ത്തിയിടാൻ പിന്നെ മുന്നോട്ട് വരികയുണ്ടായി. ആര്? മുഹാജിറത്തായ സ്ത്രീകൾ എന്ന് ആയിഷ ബീബി പറയുന്നതാണത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഈ ആയത്ത് ഇതിലെ സീനത്ത് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വെളിവാക്കി കൊടുക്കാൻ പറ്റുന്ന സീനത്ത് എന്ന് പറയുന്നത് അവരുടെ മാല, അതേപോലെ തന്നെ വള, ഖൽഖാല്, അതേപോലെ കയ്യിൻ്റെ ഈ ഭാഗങ്ങൾ, ഇത് മാത്രം. അതന്നെ ഭർത്താവിനാണ് കാണിച്ചു കൊടുക്കേണ്ടത്, അന്യർക്ക് കാണിച്ചു കൊടുക്കാൻ അതും പാടില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു അഭിപ്രായം. പിന്നെ നിസാഇഹിന്ന എന്ന് പറഞ്ഞിടത്ത് മുസ്ലിമായ സ്ത്രീകളാണ്, മുശ്രിക്കത്തായ സ്ത്രീകളല്ല എന്ന് ആണ് ആര് പറഞ്ഞിട്ടുള്ളത്? ഇബ്നു അബി ഹാത്തിം റഹ്മഹുല്ല പറഞ്ഞിട്ടുള്ളത്. മഹാനായ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ ഉബൈദത്ത് റളിയല്ലാഹു എന്ന സഹാബിക്ക് ഒരു കത്ത് എഴുതിയപ്പോൾ അദ്ദേഹം പിന്നെ ഇങ്ങനെ എഴുതി, അമ്മാബാദ്, ആ കത്തിലുള്ളത് ഇങ്ങനെയാണ്: ഫഇന്നഹു ബലഗനി അന്ന നിസാഅ മിൻ നിസാഇൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളിൽപ്പെട്ട ചില സ്ത്രീകൾ യദ്ഖുൽനൽ ഹമാമാത്തി മാ നിസാഇ അഹ്ലി ശിർക്ക്, മുശ്രിക്കത്തായ സ്ത്രീകളോട് കൂടെ, പിന്നെ മുശ്രിക്കായ ആളുകളോട് കൂടെ ഹമാമാത്തിൽ എന്ന് പറഞ്ഞാൽ ബാത്റൂമിലൊക്കെ പ്രവേശിക്കുന്നുണ്ട് എന്ന് വിവരം കിട്ടി. ഫൻഹ മിൻ കിബലിക അൻസാലിക്, മിൻ കിബലിക അൻസാലിക്, അബൂബൈദ നിന്റെ ഭാഗത്ത് നിന്ന്, അബൂബൈദ അന്നത്തെ ഗവർണറാണ്, ആ ഗവർണറോട് പറയണെന്ത്? ആ കാര്യം എൻ്റെ നാട്ടിൽ വിലക്കണം, അത് ചെയ്യാൻ പാടുള്ളതല്ല എന്ന് പറയേണ്ടത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഫഇന്നഹു ലാ യഹല്ലു ലിംറഅത്തിൻ അൻ തുഅ്മിന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ലാ യഹില്ലു അൻ യൻദുറ ഇലാ ഔറത്തിഹ, ഒരു മുസ്ലിമായ സ്ത്രീയുടെ നഗ്നഭാഗത്തേക്ക് നോക്കാൻ പാടുള്ളതല്ല. ഇല്ലാ അഖിലി മില്ലത്തിഹ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ മില്ലത്തിൻ്റെ ആളുകളല്ലാതെ അത്തരം സ്ത്രീകൾക്ക് മാത്രമേ ഔറത്തിലേക്ക് നോക്കാൻ പാടുള്ളൂ എന്ന് ഇമാം ബൈഹഖി സുനനുൽ കുബ്ര എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. പിന്നെ അവിത്താബീന വൈരി ഉലിൽ ഇർബത്തിമിന റിജാൽ എന്ന് പറഞ്ഞിടത്ത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇത് ജനങ്ങളുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടാവും ഈ മനുഷ്യന്മാർ എന്ന് പറഞ്ഞാൽ
അവരുടെ ബുദ്ധിക്ക് അത്ര അതൊന്നും ഉണ്ടാവില്ല. ബുദ്ധിക്ക് എന്തുണ്ടാവില്ല, അങ്ങനെ അശ്രദ്ധയിൽ ഇങ്ങനെ നടക്കണാവും. അതേപോലെ സ്ത്രീകളുമായിട്ട് വലിയ ആഗ്രഹവും അങ്ങനെ ഒരു കമ്പമൊന്നും ഇല്ലാത്ത അത്തരത്തിലുള്ള ആളുകളെയാണ് താബിഈൻ എന്ന് പറയുന്നത് എന്നതാണ് അല്ലാമ ഇബ്നു ജരീർ തബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നത്. പിന്നെ വലാ യദ്രിബിന ബിഹർജുലി ഇന്ന എന്ന് പറഞ്ഞിടത്ത് കാലിട്ടടിക്കരുത് എന്ന് പറഞ്ഞിടത്ത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഹുവ അൻ തഖറൽ ഖൽഖാല ബിൽ ആഖിരി ഇൻദ റിജാൽ. പുരുഷന്മാരെ കാണുന്നിടത്ത് പുരുഷന്മാരുടെ അടുത്ത് എത്തുമ്പോൾ ഒരു കാല് മറ്റേ കാലുമായിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് കൂട്ടി വെച്ചിക്കും, രണ്ടും കൂടി ഒരു കൂട്ടിമുട്ടിക്കും. രണ്ടിലും എന്തുണ്ടാവും, ഈ പിന്നെ പാദസാരം അപ്പം ശബ്ദം ഉണ്ടാവും. ആ പിന്നെ ചലനത്തിനാണ് വലാ യദ്രിബിന ബിഅർജുലിഹിന്ന എന്ന് പറയുന്നത്. അത് പൈശാചിക പ്രവർത്തനമാണ് എന്നതാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അല്ലാമ ഇബ്നു ജരീർ തബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി. ഇതൊക്കെയാണ് സലഫു സാലികളായ ആളുകളുടെ ഇതിൽ. എന്നാൽ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഈ ആയത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇസ്തിംബാത്ത് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇബ്നു അത്തിയ റഹ്മഹുല്ല പറയാണ്, അൽ മർഅത്തു മഅ്മൂറത്തുൻ ബി അല്ലാ തുബ്ദി. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിന്നെ സീനത്ത് വെളിവാക്കാതിരിക്കാനാണ് അവൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വ അൻ തജ്തഹിദ ഫിൽ ഇഫ, ആ സീനത്ത് ഗോപ്യമാക്കി വെക്കാൻ അവൾ ശ്രമിക്കണം. ലിക്കുല്ലിമാഹുവ, എന്തൊക്കെ സീനത്തുണ്ടോ അതൊക്കെ ഗോപ്യമാക്കി വെക്കാനാണ് അവൾ ശ്രമിക്കേണ്ടത്. പക്ഷേ പിന്നെ ആകസ്മികമായി അങ്ങനെ ഗോപ്യമായി പോകുന്നത് പിന്നെ പ്രകടമായി പോകുന്നതിനെയാണ് എന്ത് പറയുന്നത്, മാ ലഹറ മിൻഹ എന്ന് പറയുന്നത് എന്നതാണ് ഇബ്നു അത്തിയ റഹ്മഹുല്ലാഹി പറയുന്നത്. സംആനി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ സീനത്തുല്ലാഹിറ എന്ന് പറയുന്ന മുഖം മുൻകൈയും അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ ഒരു അജ്നബിയായ ഒരാൾക്ക് അവിടേക്കും നോക്കാൻ പാടില്ല, ഒരു അന്യ സ്ത്രീ പുരുഷന് അവിടേക്ക് നോക്കാൻ പാടില്ല. ഇനി ശഹ്വത്തോടു കൂടി എന്തായാലും നോക്കാൻ പാടില്ല, ശഹ്വത്തില്ലാതെയും നോക്കാൻ പാടില്ല എന്നുള്ളതാണ് അദ്ദേഹം ഈ ആയത്തിൽ നിന്ന് പിന്നെ ഇസ്തിംബാത്ത് ചെയ്തുകൊണ്ട് പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പണ്ഡിതന്മാർ ഈ ആയത്തിൽ നിന്ന് പിന്നെ ഇസ്തിംബാത്ത് ചെയ്ത് പറയുന്നത് കാണാം. അപ്പോൾ ഇതൊക്കെ എന്തിനാപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞത്, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനുഷ്യനെ പിന്നെ ആ സിനയിലേക്ക് എത്തിക്കാൻ ഈ കാര്യങ്ങളൊക്കെ മനുഷ്യനെ പ്രേരിപ്പിക്കും. വേണ്ടാവൃത്തിയിലേക്ക് എത്തിക്കാൻ ഹറാമായ പിന്നെ മുബിക്കാത്തിൽപ്പെട്ട സബുൽ മുബിക്കാത്തിൽപ്പെട്ട അത്തരം കാര്യങ്ങളിലേക്ക് ഇത് എത്തിക്കും എന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യണം, മഹാപാപങ്ങളിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് തന്നെ ആ മേഖല അള്ളാഹു സുബ്ഹാനഹു വ തആല തടയിടാനാണ് ഈ ആയത്തിലൂടെ മുഴുക്കെ. അതുകൊണ്ടാണ് ആ ബാബ് തന്നെ കുട്ടിയടക്കുക എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മതില്ലേ, അടുത്ത ആയത്ത് ഇൻഷാ അല്ലാഹ്. സുബ്ഹാനക്കല്ലാഹു